നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ പഞ്ചാബ് കിങ്സ് പൊട്ടി. രാജസ്ഥാൻ റോയൽസ് കിടിലൻ ചേസിങ്ങിലൂടെ പഞ്ചാബിനെ വീഴ്ത്തിയിരിക്കുന്നു. പഞ്ചാബിൻ്റെ മണ്ണിൽ അവരെ 6 വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത PBKS നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 222 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 4 പന്തുകൾ ശേഷിക്കെ വിജയലക്ഷ്യം മറികടന്നു. 4 വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ രാജസ്ഥാൻ റോയൽസും അങ്ങനെ 6 വിക്കറ്റിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മാറ്റങ്ങളോടെയാണ് ടീമുകൾ ഇറങ്ങിയത്. 7 കളികളിൽ ഒരു മാറ്റവുമില്ലാതെ കളിച്ച് ജയിച്ച ടീമാണ് PBKS. ശരി, എന്നിട്ടോ ഒരു കളി മഴ പെയ്തു പോയതാണ്. ഏതായാലും ബാക്കി കളികളൊക്കെ ഒരേ ടീമായിരുന്നു. എന്നിട്ടോ ഇന്നത്തെ കളിക്ക് മാറ്റങ്ങൾ വരുത്തി. സൂര്യാൻഷ് ഷെഡ്ഗെ, ലോക്കി ഫെർഗൂസൻ എന്നിവരെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നു, പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവന്നു. ശശാങ്ക് സിംഗിനെയും സേവിയർ ബാറ്റ്ലറ്റിനെയും മാറ്റി. എന്താ ഉണ്ടായത്? തിരിച്ചടി. ലോക്കി ഫെർഗൂസനൊന്നും വേണ്ട വിധത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ ഹെറ്റ്മയർ പുറത്തായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിൽ. പകരം ഷനാക്കയെ അവർ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത PBKSനായിട്ട് അവരുടെ ഓപ്പണർമാർ മോശമല്ലാത്ത തുടക്കം തന്നെ ഇട്ടു. 3ാമത്തെ ഓവറിൽ പ്രിയാൻഷാരി മടങ്ങുമ്പോൾ 37 റൺസായിരുന്നു. അദ്ദേഹമാണ് കൂടുതൽ അഗ്രസീവായിട്ട് കളിച്ചത്. 11 പന്തുകൾ 5 4 1 6 അടക്കം 29 റൺസ്. പിന്നെ പ്രഭ്സിമ്രാൻ സിംഗ് 44 പന്തിൽ 59 റൺസ് അടിച്ചപ്പോൾ കൂപ്പർ കനോലി 14 പന്തിൽ നിന്ന് 30 റൺസ് അടിച്ചു. ശ്രേയസ് അയ്യർ 27 പന്തിൽ നിന്നാണ് 30 അടിച്ചതെങ്കിൽ ശരിക്കും അവരുടെ ഇന്നിങ്സിലെ ഹീറോ മാർക്കസ് സ്റ്റോയിനിസ് ആയിരുന്നു. 22 പന്തുകൾ 4 4 6 6 അടക്കം 281.82 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ താരം 62 റൺസ് അടിച്ചിടത്താണ് 200 കടന്ന് അവരുടെ സ്കോർ പോയത്. അദ്ദേഹത്തിന് തന്നെയാണ് കൈയടിക്കേണ്ടത്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. നാന്ദ്രെ ബർഗർക്ക് 4 ഓവറിൽ 59 റൺസ് കൊടുത്തു. 1 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. ജോഫ്രെ ആർച്ചർക്ക് 4 ഓവറിൽ 40, 1 വിക്കറ്റ് എടുത്തു. പുഞ്ച 4 ഓവറിൽ 41 റൺസിന് 2 വിക്കറ്റ് എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ആസ് യൂഷ്വൽ വൈഭവ് സൂര്യവംശി എടുത്തിട്ട് അലക്കി. അവൻ 16 പന്തിൽ നിന്ന് 3 4 5 6 അടക്കം 268.75 സ്ട്രൈക്ക് റേറ്റിൽ 43 റൺസ് അടിച്ചു. 4ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ അവൻ പോകുമ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ 51 റൺസായിരുന്നു. RCBിൻ്റെ പന്തിൽ ശ്രേയസ് അയ്യർ പിടിച്ചാണ് അവൻ മടങ്ങിയത്. അവൻ്റെ സഹ ഓപ്പണർ യശസ്വി ജയ്സ്വാളും അർദ്ധ സെഞ്ചുറി നേടി. 27 പന്തുകൾ 7 4 1 6 അടക്കം അദ്ദേഹം 51 റൺസ് അടിച്ചപ്പോൾ ധ്രുവ് ജുറൽ 20 പന്തിൽ നിന്ന് 16 റൺസേ അടിച്ചുള്ളൂ. റിയാൻ പരാഗ് 16 പന്തുകൾ 2 4 2 6 അടക്കം 29 റൺസ്. പരാഗ് മടങ്ങുമ്പോൾ 151-4, 14 ഓവർ കഴിഞ്ഞിരുന്നു. 6 ഓവറുകൾ ബാക്കി, 170 റൺസിന് മുകളിൽ വേണം. പക്ഷേ ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്ന ശുഭം ദ്യൂബയും പിന്നെ ഡൊണോവൻ ഫെറീറയും രണ്ടുപേരും പൊളിച്ചടുക്കി. ഡൊണോവൻ ഫെറീറ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു, അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തി. 26 പന്തിൽ 6 4 3 6 അടക്കം 52 റൺസ് അടിച്ചാണ് അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ശുഭം ദ്യൂബെ 12 പന്തിൽ നിന്ന് 3 4 2 6 അടക്കം 31 റൺസുമായിട്ട് തന്നിലർപ്പിതമായ കർത്തവ്യം അതിമനോഹരമായിട്ട് ചെയ്തു തീർത്തു. ഏതായാലും PBKSന് ഈ സീസണിലെ ആദ്യ തോൽവിയാണ് രാജസ്ഥാൻ റോയൽസ് സമ്മാനിച്ചിരിക്കുന്നത്. 9 കളികളിൽ നിന്ന് 12 പോയിൻ്റായി ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്. 8 കളികളിൽ നിന്ന് 13 പോയിൻ്റുള്ള PBKS തന്നെയാണ് 1ാം സ്ഥാനത്ത്. 8 കളികളിൽ നിന്ന് 12 പോയിൻ്റുള്ള RCBയാണ് 2ാം സ്ഥാനത്ത്. ചുരുക്കത്തിൽ ടോപ്പ് 4ലും പോരാട്ടങ്ങൾ കനക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.